മച്ചന്മാരെ നമ്മളിപ്പോൾ വന്നത് പെരിന്തൽമണ്ണയിലാണ് ഉണ്ടാവും. പെരിന്തൽമണ്ണയിൽ ഇത് കണ്ടോ, നമ്മളെ വണ്ടി ബാക്കിൽ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പൂതപ്പുഴയുടെ ഏതോ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഫാമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഫാമാട്ടാ. ഇവർ ഏകദേശം ഒരു 1000-1500 മീനെ കിട്ടുമെന്ന് പറഞ്ഞു. നല്ല വൃത്തിയുള്ളൊരു അടിപൊളി പടുതാക്കുളം. ഞാൻ പടുതാക്കുളം കാണിച്ചിരുന്നു എനിക്ക്. നല്ല വെയിലുണ്ടാ, നോക്കിയത്. അവിടെ നിന്നാണല്ലോ മോട്ടർ അടിക്കണേ, പുഴയെന്നാണ് മോട്ടർ അടിക്കണേ. ഇവിടെ പേരെന്താണ്? ആര് പേര്? ഷൈജു. അപ്പോൾ അതാണ് നമ്മൾ ഡ്രമ്മുകളൊക്കെ നമ്മൾ നേരെ താഴേക്ക് ഇറക്കാണ്ട്. അതിൽ കുറച്ചെണ്ണത്തിൽ മീനുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ നേരെ ഇവിടുന്ന് ഏകദേശം എടുക്കാനുള്ള മീനൊക്കെ ഉള്ളത്. ഹായ്, ഇവിടെ വെള്ളം ഉണ്ടല്ലേ. അങ്ങനെ കോരുന്ന വലയാണല്ലേ, കോരുന്ന വലയാണല്ലേ. മൂത്ത പേരെന്താ? ഇവിടെയുള്ള മീനൊക്കെ സൈസുള്ള മീനുണ്ടല്ലേ, സൈസുള്ള മീനുണ്ട്. ഒരുപാടിട്ട് നിറയ്ക്കണ്ട കേട്ടാ. ഒരു കാവാകെ അതിൽ വെള്ളം വേണ്ട, വെള്ളം ഒഴിക്കോളൂ, വെള്ളം ഫുള്ള് ചിരിച്ചോളൂ. ഏയ് വേണ്ട. നേരിട്ട് കൊട്ടിയാലും മതി. എന്നിട്ട് ആ പായലാണ്ട് ഒഴിക്കരുത്, വേറെ വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അത് പൊന്തും, ഓറാക്കണ്ട, 6 ഇഞ്ച് എടുത്താൽ മതി. പതുക്കെ കൊണ്ടായതാ. വെയിറ്റ് കുറച്ചും കൂടെ വലിയ വെടിയാണെന്നുണ്ടെങ്കിൽ തണലത്ത് വെക്കണേ. കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റിയിട്ടേ. ഇല്ല, ആ ഗ്യാപ്പിൽ വെച്ചാൽ മതി. മേലെ അങ്ങോട്ട് കയറ്റിച്ചോളൂ. അവിടെ ഇപ്പോൾ തേങ്ങയുടെ വലിയ പ്രശ്നമില്ലല്ലോ. ചൂടാണ് പ്രശ്നം കേട്ടോ, സാമാന്യ ചൂടാണ്. മീനുകൾക്ക് താങ്ങാൻ പറ്റില്ല. വന്നാണെങ്കിൽ നട്ടുച്ചയ്ക്കും മാക്സിമം നേരത്തെ വരാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്ക് ടൈം ഒരുപാടായി പോയി. നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് മീൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരു ലേറ്റായി. അതാണ് ഉണ്ടായത്. ചിക്കന്മാരാണെങ്കിൽ ആകെ പാച്ചില്ലാണ്. ഇവിടെ ഇറങ്ങുമ്പോൾ മീനുകളൊക്കെ അങ്ങോട്ട് പോരേ. അങ്ങനെ വരിയാലും മതി. ഡ്രമ്മ് ആണെങ്കിൽ ആട് കൊണ്ടുവച്ചിട്ടേ. മൂന്നാൾ പാർട്ട്ണർമാരാ. ഇവർ മൂന്നാളും കൂടിയാണ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയിട്ടുള്ളത്. തീറ്റ ചിലവ് എത്രയും നോക്കിയില്ല. കുളം അടിപൊളിയാട്ടാ. കുളം നല്ല വൃത്തിയുള്ള കുളമാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു കുളം ഉണ്ട് കേട്ടോ. ചെറുതാലേ ചളിയോ?
പുഴുല്ലേ? ഓക്കെ. നമ്മളെ മുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ജയിക്കൂടെ പോണില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആകെ ഇതാവൂലേ? ഇത്ര മതിട്ടോ, ഓവറെടുക്കണം. ഓവറെടുത്താലേ ആയിരിക്കും കൊണ്ടുപോകാൻ നല്ല വെയിറ്റ് ഉണ്ടാവും. അവിടെ ഒരു ഡ്രമ്മും കൂടെ വെച്ചിട്ടേ പകുതി ആയിക്കോളൂ. മറ്റേ വെയിറ്റ് കൂട്ടണ്ട. വേറെ ഡ്രം വരണ? ആ തണലത്ത് വെച്ചിട്ടേ ഒരു അടപ്പായിട്ടാണ്ട് അടച്ചാൽ മതി. അപ്പോൾ ഈ ഡ്രമ്മ് ആണെങ്കിലേ ആണ്ട് അടുപ്പിച്ചാൽ മതി. അത് അവിടുന്ന് കയറ്റാനാ? അവിടുന്ന് കയറ്റാനാ? ആ ഓക്കെ. ഇതല്ലേ അങ്ങനെ മാറിയിട്ടു. അതുകൊണ്ട് വരിയാലും മതിയല്ലേ? കുഴപ്പമില്ല. തലപ്പത്ത് പിടിക്കറ, അതിൻ്റെ മുകളിൽ പിടിക്കല്ലേ? തലപ്പത്ത് പിടിച്ചാലേ വെയിറ്റ് വരായിരിക്കുള്ളൂ. അല്ലെങ്കിൽ വെയിറ്റ് ഒരാൾക്ക് കൂടും. റോദിക്ക് വെള്ളം പുഴയെന്ന് അടിക്കല് എത്ര ദിവസം കൂടെ മാറ്റും? വെള്ളം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കറണ്ടും ഉണ്ടല്ലോ അവിടെ. അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളവിടെയൊക്കെ വെള്ളത്തിനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ആ ഇവിടുത്തെ ഏകദേശം കണ്ടാ ഇതായി അവസ്ഥ. നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചളി നോക്ക്. ഞാനിവിടെ മൂസിൽ ആകെ ടയർഡ്. ഒരു ഫുഡൊന്നും കഴിച്ചില്ല ചേട്ടാ. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ ഫുഡ് കഴിക്കാം.
ഹരി ആകെ ക്ഷീണിച്ചു. ക്ഷീണിക്കെന്ന് പറഞ്ഞാലും പോരാ, ഇങ്ങനെ ഉണ്ടൊരു ക്ഷീണം. തേക്കില് വിശാലമായ പുഴ.